അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. ആയിഷു, എടി പെണ്ണേ, അല്ല പോകുന്നു വേണ്ടേ? സത്യം പറഞ്ഞാൽ ഐഷുവിന് അവിടെ നിന്ന് പോരുവാനേ താല്പര്യമില്ലായിരുന്നു. ഇക്ക, നമുക്ക് ഇപ്പം തന്നെ പോണോ? ആ, ബെസ്റ്റ്. അതെന്താ പെണ്ണേ അങ്ങനെ നീ പറയുന്നത്? അല്ല, പോകണ്ടേ? ഇവിടുത്തെ തന്നെ കൂടിയാൽ മതിയോ? ദേ 2 ദിവസമായിട്ടോ ക്ലാസ് നഷ്ടപ്പെടുന്നു. നിനക്കെന്താ ഭയമില്ലേ? ഇക്ക, നമുക്ക് ഇവിടെ തന്നെ അങ്ങ് നിന്നാലോ? എൻ്റെ പെണ്ണേ, എന്താ നിനക്ക്? എൻ്റെ ജോലിയാണത്, നിന്റെ പഠനമാണ്. സത്യം പറഞ്ഞാൽ ഐഷുവിന് അവിടെ വിട്ട് പോരുവാനേ തോന്നുന്നില്ലായിരുന്നു. ബെസ്റ്റ്. എന്നാലും ഇക്ക എല്ലാവരും ഇങ്ങനെ ചോദിക്കുന്നുണ്ടല്ലോ, എന്താ വരാത്ത് എന്നൊക്കെ ചോദിച്ച്. എടി പെണ്ണേ, അത് ക്ലാസ്സിലെ കുട്ടികളൊക്കെ അല്ലേ, നിന്റെ ക്ലാസ്മേറ്റ്സ് തന്നെയല്ലേ ചോദിക്കുന്നത്. എല്ലാവരും ചോദിക്കുന്നുണ്ടോ? ആ, എല്ലാവരും ഇല്ല, ആ ഹാദിയ, അവളല്ലേ കുറച്ച് തൻ്റെ ഇടക്കാരി. എപ്പോഴും ആ പെണ്ണിന് ഓരോ എന്താ പറയുക, ഓരോ സംശയങ്ങളും കാര്യങ്ങളാണ്. അത് ഹാദിയൊക്കെ കുറച്ച് കൂടുതലാണ്. ഇടയ്ക്ക് ഞാൻ പണി കൊടുക്കുന്നതും നീ കാണാറുള്ളതല്ലേ. സത്യം പറഞ്ഞാൽ ഹാദിയുടെ ആ പേര് കേട്ടപ്പോൾ തന്നെ അവൾക്ക് ശരിക്കും മടുത്തു പോയി. ഹോ, എൻ്റെ ജീവിതത്തിലെ സന്തോഷം കെടുത്താൻ വന്നവളാണ് അവള്. ഇക്ക. ആ, എന്താടി? അതെ, പിന്നെ നമ്മൾ എപ്പോഴും ഹാപ്പി ആയിരിക്കുന്നത് ആർക്കും അങ്ങനെ ഇഷ്ടമുണ്ടാവില്ല അല്ലേ? അതെന്താടി നീ അങ്ങനെ പറഞ്ഞത്? അല്ല, എന്നാലും എനിക്ക് തന്നെ ഒരുപാട് ശത്രുക്കളുണ്ട്. എന്തിന് ശത്രുക്കൾ? എനിക്ക് ഹബീബ് ഉസ്താദിനെ പോലൊരു ഉസ്താദിനെ കിട്ടിയല്ലോ. അപ്പോൾ അതിൻ്റേതായിട്ടുള്ളൊരു... ഓ, അങ്ങനെ ആര് പറഞ്ഞു? അതൊക്കെ വെറും തോന്നലും മാത്രമാണ്. അല്ലേക്ക, സത്യമായിട്ടും അത് ശരിക്കും എനിക്ക് എൻ്റെ മനസ്സിൽ നല്ലോണം തോന്നിയിട്ടുണ്ട്. എനിക്ക് ഇഷ്ടമല്ല. എന്തിഷ്ടമല്ല? ക്ലാസ്സിലേക്ക് വരാൻ. ഹമ്പടി പെണ്ണേ, നീയേ അങ്ങനെ അങ്ങ് 2 ദിവസമൊക്കെ ടൂർ വന്നപ്പോൾ ഇവിടുന്ന് പോരാനും കൂട്ടല്ലേ? ആ, പിന്നെ വേഗം മാറ്റിയിട്ട് നമുക്ക് പോകാം. ഇന്ന് ചെക്കൗട്ടാണ്. 2 ദിവസം നമ്മൾ അടിച്ചു പൊളിച്ചില്ലേ, മാഷാ അല്ലാ. ഇനി പോകാം. ക്ലാസ് കട്ടാകണേ, എൻ്റെ സാലറി കട്ടാക്കും പെണ്ണേ. എന്താടി നിനക്കെന്താ, പഠിക്കണം എന്നില്ലേ? ഡിഗ്രി കംപ്ലീറ്റ് ചെയ്യണം കേട്ടോ. കംപ്ലീറ്റ് ചെയ്യണം. അതിൻ്റെ കൂടെയുള്ള ആ ഒരു കോഴ്സും കംപ്ലീറ്റ് ചെയ്യണം. ആ ഒരു ഇസ്ലാമിക് കോഴ്സ്, ഡിഗ്രിയും അത് ഒരുമിച്ച് കംപ്ലീറ്റ് ചെയ്താൽ നമുക്ക് 2 പേർക്കും ഒരുമിച്ച് എവിടെയെങ്കിലും സ്ഥാപനത്തിൽ ജോലിക്ക് നിൽക്കാമല്ലോ. എന്തേ ഇക്ക, എനിക്ക് താല്പര്യമൊക്കെ ഉണ്ട്, പക്ഷേ ഡിഗ്രി അവിടെ കംപ്ലീറ്റ് ചെയ്യാൻ എനിക്ക് താല്പര്യമില്ല. ആഹാ, പിന്നെന്താ? ഇതിപ്പോൾ 2ാം വർഷമല്ലേ ആയത്. അപ്പോൾ ഈ വർഷം തന്നെ നീ ഇങ്ങനെ മടുത്താലോ? അങ്ങനെ പറഞ്ഞിട്ട് കാര്യമില്ല. ഇനി ഇൻഷാ അല്ലാഹ് 2 വർഷം കൂടെ കഴിഞ്ഞാൽ അത് കംപ്ലീറ്റ് ആയി. എന്തൊക്കെ തന്നെയായാലും എന്താ പറയുക, ഇനി നിർത്താനൊന്നും പറ്റൂല. ഇക്ക, എനിക്ക് ആ കോളേജ് തീരെ താല്പര്യമില്ല. അതെന്താടി? ഒന്നുമില്ല, എനിക്ക് ഒരുപാട് ശത്രുക്കളുണ്ട്. എൻ്റെ പെണ്ണെ, ശത്രുക്കൾ ആർക്കും ഇല്ലാത്തത്? എല്ലാവർക്കും ഉണ്ടാവും. ശത്രുക്കളില്ലാത്ത ആളുകൾ ഉണ്ടാവില്ല. പക്ഷെ നമ്മളതൊക്കെ തരണം ചെയ്യണം. അല്ല, ഞാൻ ചോദിക്കട്ടെ, ഐഷുവിന് എന്ത് ശത്രുക്കളാ അവിടെ ഉള്ളത്? ഇക്ക, അത് എൻ്റെ ക്ലാസ്സിലൊക്കെ എനിക്ക് ഒരുപാട് ശത്രുക്കളാണ്. എൻ്റെ പെണ്ണെ, നീ ഒന്നും മിണ്ടാതിരിക്കുക. വാ, പെട്ടെന്ന് റെഡിയാക്ക്. അങ്ങനെ ഏതാ ഉസ്താദ് സാധനങ്ങളെല്ലാം എടുത്തു വെക്കുന്നു. ഐഷു അവിടെ തന്നെ നിൽക്കാണ്. എൻ്റെ പെണ്ണെ, 11 മണിക്ക് ചെക്കൗട്ടാണ്. അല്ലെങ്കിൽ നമ്മൾ എക്സ്ട്രാ ക്യാഷ് കൊടുത്തിട്ട് ഇനിയും ഇവിടെ നിൽക്കേണ്ടി വരും. അതിൻ്റെ ആവശ്യമുണ്ടോ? 2 ദിവസം പൂതിക്ക് നിന്നില്ലേ, ഇനി നമുക്ക് പോകാം നാട്ടിലേക്ക്. പിന്നെ ഉസ്താദ്മാരൊക്കെ വിളിക്കുന്നുണ്ട്, എന്താ പോരാനായില്ലേ ചോദിച്ചിട്ട്. ഞാനിങ്ങനെ ഓരോ ഒഴിവുകൾ പറഞ്ഞിട്ടേ അങ്ങനെ അങ്ങ്... അതെ, നമുക്ക് ഇക്ക, ഞാൻ വേറെ കോളേജിൽ ചേരട്ടെ? അല്ലെങ്കിൽ... എന്താ ഇഷ്യൂ നീ പറയുന്നത്? ആ കോളേജിൽ വന്നത് കൊണ്ടല്ലേ നിന്നെ എനിക്ക് കാണാൻ പറ്റിയത്. ആ കോളേജിൽ വന്നതുകൊണ്ട് നിന്നെ എനിക്ക് കാണാൻ പറ്റി. അന്നത്തെ നറുക്കെടുപ്പും കാര്യങ്ങളും നിൻ്റെത് വീണു. സത്യം പറഞ്ഞാൽ ആയിഷ എന്ന് വിളിച്ചപ്പോൾ ഇത്രക്കും സുന്ദരിയായിരിക്കുമെന്ന് ഞാൻ വിചാരിച്ചില്ല. എൻ്റെ മനസ്സിലേക്ക് ആയിഷ പെട്ടെന്ന് കയറിക്കൂടി. അത് ഞാൻ ചോദിച്ചു അവിടെ ഓഫീസിൽ, ഏതാണ് ആ കുട്ടിയെന്നുള്ളത്. എന്താ ഉസ്താദേ എന്ന് ചോദിച്ചു. എൻ്റെ കല്യാണക്കാർ വീട്ടിൽ നിന്ന് നിങ്ങൾ നിർബന്ധിക്കുന്നുണ്ടേ. അപ്പം ഞാൻ പിന്നീട് എന്ന് പറഞ്ഞ് നിൽക്കുകയാണ്. പക്ഷേ ഒറ്റ നോട്ടത്തിൽ തന്നെ എനിക്ക് നിന്നെ അങ്ങ് ഇഷ്ടപ്പെട്ടു. പിന്നീടാണ് അറിഞ്ഞത്
അത് ആഷുസ്താദിൻ്റെ പെങ്ങളാണെന്ന്. എന്തൊക്കെ തന്നെയാലും സംസാരിച്ചു ആഷുസ്താദ് എന്നോടും. അങ്ങനെയാണ് നിന്നെ കാണാൻ വരെ വന്നത്. അപ്പോൾ അങ്ങനെയൊക്കെ ആ കോളേജിൽ നിന്ന് ഇഷ്ടപ്പെട്ട് കിട്ടിയാണ് നിന്നെ. അപ്പോൾ അവിടെ നിന്ന് പെട്ടെന്ന് മാറുക എന്ന് പറയുമ്പോഴേ അതൊരു നന്ദികേടല്ലേ ഇക്ക? അത് എന്നെ നീ ഒന്നുകൊണ്ട് പേടിക്കണ്ട. ബിസ്മില്ലാഹി തവക്കൽതു അലല്ലാഹ്. എന്നാൽ പെട്ടെന്ന് അതാ ഉസ്താദിൻ്റെ ഫോണിലേക്കൊരു മെസ്സേജ്. ഉസ്താദേ 2 ദിവസമായിട്ടോ. പിന്നെ ഭാര്യ എന്ത് വിടുന്നില്ലേ? ഉസ്താദ് വേഗം വരി. അതെ, ഞങ്ങൾക്ക് എല്ലാവർക്കും ഉസ്താദ് ഒരുപോലെ ഉസ്താദ് തന്നെയാണ്, അല്ലാതെ ഐഷയ്ക്ക് മാത്രമുള്ളതല്ല. ഹാദിയുടെ ആ ഒരു വാക്കുകൾ കേട്ട് ഉസ്താദിന് ശരിക്കും പറഞ്ഞു ഇവൾക്ക് എന്തിൻ്റെ കേടാ, ഇവൾക്ക് എന്താ വട്ടാണോ? ഐഷുവിന് തീരെ അങ്ങ് പിടിച്ചില്ല. ഐഷു മുഖം കനപ്പിച്ചിരുന്നു. ഐഷു, ആ പെണ്ണ് വെറുതെ പറയടി. പെണ്ണിൻ്റെ വർത്തമാനം ഈ കാര്യമാക്കണ്ട. ഓള് ഒന്നിനും മടിക്കാത്തവളാണ്. കാരണം അവൾ എന്തൊക്കെ ചോദിക്കും, എത്ര ചീത്തട്ടിയാലും അവൾക്ക് നോ പ്രോബ്ലം. അന്ന് സ്റ്റാഫ് റൂമിൽ പോയിട്ട് ഞാൻ കുറേ ഉപദേശിച്ചെടുത്തു. ഹാദിയ, നീ ഒരു പെണ്ണാണ്, അതിൻ്റേതായ ഒരു അച്ചടക്കം കാണിക്കണ്ടേ? ശരിയാണ്, ആണുങ്ങളായാലും പെണ്ണുങ്ങളായാലും ഒക്കെ വേണം. എന്നാലും കുറച്ച് ഓവർ സ്മാർട്ടായിട്ട് ഇങ്ങനെ ഉസ്താദന്മാരോട് പെരുമാറുമ്പോൾ എന്തൊക്കെയാണ് അവൾ ചോദിക്കും. ഞാൻ പറഞ്ഞു, നിൻ്റെ ഭാവി ജീവിതം നല്ലതാണെന്നുണ്ടെങ്കിൽ കുറച്ചൊക്കെ നല്ല വിനയം അച്ചടക്കം വേണം. ഉസ്താദുമാരോടൊന്നും അറിയാത്തതുകൊണ്ട് പറഞ്ഞു തരികയാണ്. ആവശ്യമില്ലാത്ത രീതിയിൽ അങ്ങനെ അതും പറയരുത് എന്നൊക്കെ പറഞ്ഞ് ഉപദേശിച്ചതാണ്. എന്നാൽ ഐഷു പറഞ്ഞു, നിങ്ങളെന്തിനാ അതവളോട് പറഞ്ഞത്? അതെന്താടി, അവള് എൻ്റെ ഒരു സ്റ്റുഡൻ്റ് അല്ലേ, ആ രീതിക്ക് പറഞ്ഞു. അതെന്താ തെറ്റായിപ്പോയോ? എന്നാലും സ്റ്റാഫ് റൂമിലേക്ക് വിളിച്ച് പറയേണ്ട ആവശ്യമൊന്നുമില്ലായിരുന്നു. എന്താ നേരിട്ട് അവിടുന്ന് ക്ലാസ് റൂമിൽ നിന്ന് അങ്ങ് പറഞ്ഞൂടെ? ഇതിപ്പോൾ ഓള് മാത്രം വിളിച്ച് ഞാൻ എത്ര വിഷമിച്ചെന്നറിയോ? ബെസ്റ്റ്. എന്താ പെണ്ണേ ഇത്? നമ്മളൊരു കുട്ടികളുടെ അരികിൽ എന്തെങ്കിലും തെറ്റുകൾ കണ്ടാൽ നമ്മൾ ഉപദേശിക്കണം. രഹസ്യമായി പരസ്യമായി ഉപദേശിക്കാൻ പാടില്ലല്ലോ പെണ്ണേ. പരസ്യമായി ഓപ്പണായി അങ്ങനെ പറയുമ്പോഴേ എല്ലാവരുടെ ഇടയിൽ നിന്ന് വെച്ചാകുമ്പോൾ ആ കുട്ടിയുടെ മനസ്സങ്ങ് വേദനിക്കും. ഇത് നമ്മൾ ഒറ്റയ്ക്ക് വിളിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് ചിന്തിക്കാനുള്ളൊരു ബോധം ഉണ്ടാവും. പക്ഷെ ഇതിനതുമില്ല കേട്ടോ. എന്നാലും എനിക്ക് തീരെ പറ്റിയില്ല. എന്താ പെണ്ണേ, ആദ്യ അതിലെടുത്ത് ചാട്ടക്കാരിയാണ്. എന്നോട് എത്ര പ്രാവശ്യം ചോദിച്ചു, ഉസ്താദേ കല്യാണം കഴിഞ്ഞോ, നിക്കാഹ് കഴിഞ്ഞോ, എൻ്റെ വാപ്പയോട് പറയട്ടെ, അങ്ങനെയൊക്കെ. എന്നാൽ അത് കേട്ടപ്പോൾ ഐഷുവിന് സങ്കടമാണ് വന്നത്. ഉസ്താദേ, ആദ്യം തന്നെ അതങ്ങ് നോക്കിയാൽ മതിയായിരുന്നു. ഐഷു അത് പറഞ്ഞുകൊണ്ട് ഐഷു പൊട്ടിക്കരയുകയായിരുന്നു. ഐഷു, നീ എന്താ പെണ്ണേ പറയുന്നത്? അതെ, എനിക്ക് സമാധാനമില്ല. അവൾ ആലോചിച്ചിട്ട് സമാധാനമില്ലെന്നോ? ഞാൻ നിന്നെ ഇങ്ങോട്ട് കൊണ്ടുവന്നത് നിനക്ക് സമാധാനം കിട്ടാൻ, നമുക്ക് നമ്മുടെ ജീവിതം ആസ്വദിക്കാനാണ്. പക്ഷെ ഇവിടെ നിന്ന് നീ കരയുന്നത് എനിക്ക് ഒരിക്കലും ഇഷ്ടമല്ല. പറയണം, എന്ത് നിനക്ക് പ്രശ്നം? ആദ്യം ഉസ്താദിനെ കൂടെ വിളിക്കുന്നതും മെസ്സേജ് അയക്കുന്നതും എനിക്ക് ഇഷ്ടമല്ല. ഉസ്താദിനോട് അവൾ അത് തുറന്നു പറഞ്ഞപ്പോൾ ഉസ്താദ് ഒരു നിമിഷം ഞെട്ടിക്കൊണ്ട് പറഞ്ഞു, എൻ്റെ പെണ്ണെ, നീ എന്തേ പറയുന്നത്? അവളെ നമ്മളെ കാണാനായിട്ട് വിളിക്കല്ലേ? എന്നാലും ക്ലാസ്സിൽ എത്ര കുട്ടികളുണ്ട്, എല്ലാവർക്കും ഇല്ലാത്തൊരിത് ഉസ്താദിനോട് അവൾക്കുണ്ട്. ബെസ്റ്റ്. എന്താ പെണ്ണെ നീ പറയുന്നത്? അവളൊരു എടുത്തുചാട്ടക്കാരിയാണ്. അവളങ്ങനെ ഓരോ മെസ്സേജും എന്തൊക്കെ അയക്കണത് നമ്മളെന്ത് ചെയ്യാനാ? പിന്നെ ബ്ലോക്കാക്കിടുക എന്നൊക്കെ പറഞ്ഞാൽ അതും പ്രശ്നമല്ലേ? കാരണം ഇക്ക ബ്ലോക്കൊന്നും ആക്കണ്ട, നിങ്ങൾ സംസാരിച്ചോളി, നിങ്ങൾ വിളിച്ചോളി. ഐഷു, എന്താ പെണ്ണെ, വിളിക്കേ? നിങ്ങൾ വിളിക്കേ, സംസാരിക്കേ, മെസ്സേജ് ഒക്കെ എന്ത് ചെയ്തോളി, ഞാൻ ഒഴിഞ്ഞു തരാം നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന്. സത്യം പറഞ്ഞാൽ അത് കേട്ടപ്പോൾ ഹബീബ് ഉസ്താദ് ഞെട്ടി. അദ്ദേഹത്തിൻ്റെ കണ്ണുകൾ നിറഞ്ഞു. ഐഷു, നീ എന്നോടത് പറയരുത് കേട്ടോ. ഞാൻ നിന്നെ എത്രയധികം സ്നേഹിച്ചിട്ടും നീ എന്താ എന്നോട് അങ്ങനെയൊക്കെ പറയുന്നത്? എൻ്റെ മനസ്സിൽ ഒരു പെണ്ണുണ്ട്, അത് നീ മാത്രമാണ് എൻ്റെ ഐഷു, അല്ലാതെ വേറെ. എനിക്കെല്ലാം അറിയാം, എന്നോടൊന്നും മറച്ചു വെക്കണ്ട. സത്യം പറഞ്ഞാൽ ഹബീബ് ഉസ്താദിൻ്റെ ആ സന്തോഷമെല്ലാം നഷ്ടപ്പെട്ടു. അതെ, അവർ നല്ല രീതിയിൽ ജീവിതം ആസ്വദിക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങോട്ടെത്തിയത്. എന്നാൽ അവൾ അവിടെ നിന്ന് കൂട്ടാക്കാത്തതിൻ്റെ കാരണം മറ്റൊന്നുമല്ലെന്ന് ഹബീബ് ഉസ്താദിന് മനസ്സിലായി. പോകാൻ കൂട്ടാക്കാത്തതിൻ്റെ കാരണം അതെ ഹാദിയ, അതവൾക്ക് വെറുപ്പാണെന്ന് തോന്നുന്നു. ഐഷു, ഹാദിയ അങ്ങനെ പറഞ്ഞിട്ടാണോ നീ എന്നോട് ഇങ്ങനെ പറയുന്നത്?
പക്ഷെ എനിക്ക് സങ്കടമായിട്ടോ. എൻ്റെ ജീവിതത്തിലേക്ക് നീ കടന്നു വന്നപ്പോൾ ഞാൻ ഒരുപാട് ആഗ്രഹിച്ചു, അത് എനിക്ക് കിട്ടി. അതെ, കൂടുതലൊന്നും ആഗ്രഹിച്ചിട്ടില്ലെങ്കിലും പെട്ടെന്ന് എല്ലാം റെഡിയായി. ഞാൻ നിങ്ങളുടെ കോളേജിലേക്ക് വന്നപ്പോൾ തന്നെ നിന്നെ എനിക്ക് ഇഷ്ടപ്പെട്ടു. സംസാരിച്ചു, എല്ലാം ഓക്കെ ആയി. വീട്ടുകാരോട് പറഞ്ഞു, എത്ര പെട്ടെന്ന് നിക്കാഹം കഴിഞ്ഞു, അതെല്ലാം ഓക്കെ. പക്ഷെ നീ പെട്ടെന്ന് ഇങ്ങനെ കോലം മാറുന്നത് എനിക്കൊട്ടും അങ്ങ് മനസ്സിലാകുന്നില്ല കേട്ടോ. ഇക്ക, ചേരേണ്ടത് ചേരൂ. ഞാൻ ഒരിക്കലും നിങ്ങൾക്ക് ചേരുന്നവളായിരിക്കില്ല. അതായിരിക്കും സത്യം പറഞ്ഞാൽ. ഹബീബ് ഉസ്താദ് ഞെട്ടിപ്പോയി. ഐഷോ, സൂക്ഷിച്ച് സംസാരിക്കണം. നിന്നെ ഞാൻ തലയിലും നിലത്തും വെക്കാതെ അത്രക്കും സ്നേഹിക്കുന്നത് നിന്നോടുള്ള ഇഷ്ടം കൊണ്ടാണ്. അതെ, നീ എൻ്റെ ഭാര്യയാണ്. എൻ്റെ ജീവിതത്തിലേക്ക് എന്നെ വിശ്വസിച്ച് കടന്ന പെണ്ണാണ്. നിന്നെ ഒരിക്കലും വിഷമിപ്പിക്കാൻ പാടില്ല, ബുദ്ധിമുട്ടിക്കാൻ പാടില്ല. പക്ഷെ നിന്റെ സംസാരം കേൾക്കുമ്പോൾ എനിക്കെന്നെ മനസ്സ് വേദനിക്കുന്നു. ചേരേണ്ടത് ചേരൂ, അത് നീ ഒരിക്കലും പറയാൻ പാടില്ല. എന്താ, എനിക്ക് പടച്ച റബ്ബ് വിധിച്ചത് നീയാണ്. അതെ, എന്നെ വാരിൽ നിന്ന് പഠിച്ച നിന്നെയാണ്. ഓരോ മനുഷ്യരെ സൃഷ്ടിക്കുമ്പോഴും അവരുടെ ഇണയെ സൃഷ്ടിക്കും എന്നല്ലേ, നിന്നെയാണ് എനിക്ക് സൃഷ്ടിച്ചത്. അപ്പോൾ നീ എൻ്റെ ഭാര്യയായി വന്നു. അല്ലാതെ നീ ഓരോന്ന് പറഞ്ഞ്. സത്യം പറഞ്ഞാൽ ഹബീബ് ഉസ്താദിന് സങ്കടമായിരുന്നു, ഐഷുവിന് അതിലേറെ. കാരണം ഫോണിലേക്ക് ഇടയ്ക്കിടെ വരുന്ന മെസ്സേജ്, ആ ഒരു വോയിസ്, അതവൾക്ക് സഹിക്കാൻ കഴിയുന്നതിലപ്പുറമായിരുന്നു. എന്തിനായിരിക്കും ഇവളിങ്ങനെ ഇടങ്ങാറാക്കുന്ന മനുഷ്യനെ? മനസ്സമാധാനത്തോടു കൂടി ഇങ്ങോട്ട് വന്നപ്പോൾ ഞാൻ വിചാരിച്ചിരുന്നു, പഠിച്ചോനെ ഞങ്ങൾ ശല്യപ്പെടുത്താൻ ആരുമില്ലല്ലോ. ഇപ്പം അവൾ വിളിക്കുകയാണ്, കോള് ചെയ്യാണ്, മെസ്സേജ് അയക്കുകയാണ്. അവൾക്ക് മാത്രം എന്താ ഇത്രയധികം ഹബീബ് ഉസ്താദിനോട് ഒരു മുഹബത്ത്? വേറെ എത്രയോ കുട്ടികളുണ്ടല്ലോ, അതും എന്നെ കല്യാണം നിക്കാഹ് കഴിച്ചു പോയി. അല്ലെന്നുണ്ടെങ്കിൽ അവൾക്ക് വിട്ടുകൊടുത്തിരുന്നു ഞാൻ. ഐഷു മുഖം വീർപ്പിച്ച് നിൽക്കുന്ന അവളുടെ ആ കവിളിൽ തട്ടിക്കൊണ്ട് ഉസ്താദ്, ഐഷു എന്താ പെണ്ണെ, നീ ഓരോന്ന് ആലോചിച്ച് തല ഉണ്ടാക്കല്ല കേട്ടോ. ചില ഐറ്റംസ് അങ്ങനെയാണ്, അത് നമ്മളെന്ത് ചെയ്യാനാ? അത് എല്ലാ ഇനത്തിലും ഉണ്ടാവും. അങ്ങനെ ഹബിക്ക, അവൾ അങ്ങനെയാണെങ്കിൽ നിങ്ങൾ അങ്ങനെ ആകാൻ പാടുണ്ടോ? ഒരു നിമിഷം ഹബീബ് ഉസ്താദിനോട് ഐഷുവിൻ്റെ ആ ഒരു ചോദ്യം കേട്ട് അവൾ ചോദിച്ചു, നിങ്ങൾ അങ്ങനെ ആകാൻ പാടും? എന്താ നീ പറയുന്നത്? ഞാൻ എങ്ങനെയായിരുന്നു ഞാൻ പറയുന്നത് ഐഷു? എൻ്റെ ഭാഗത്ത് എന്ത് തെറ്റുകളുണ്ടെങ്കിൽ എനിക്കത് തിരുത്താൻ തയ്യാറാണ്. അവൾ അങ്ങനെ ഒരു സ്വഭാവക്കാരിയായത് എൻ്റെ കുറ്റമാണോ? അവൾ എല്ലാ ഉസ്താദുമാരോടും അങ്ങനെ തന്നെയാണല്ലോ. അവിടെ ഉസ്താദുമാരുടെ ഇടയിൽ ചർച്ചാ വിഷയമാണ് അവൾ. ഒരു എടുത്തുചാട്ടം. അവൾക്ക് എന്തൊക്കെ വാങ്ങണം, എന്തൊക്കെ എന്താ തനിക്ക് മാത്രമായിരിക്കണം എന്നുള്ള ചിന്തകാര്യങ്ങൾ, അതൊക്കെ ഇപ്പം നമ്മൾ എന്ത് പറയാനാ? പിന്നെ പറയുന്നത് കേട്ടു അവിടുത്തെ അത് കോടീശ്വരൻ്റെ മോളാണ് അവളെന്ന്. പിന്നെ ചിലർ പറഞ്ഞു അതിൻ്റേതായ ഒരു അഹംഭാവം അവൾക്കുണ്ട്. അതൊക്കെ ചോദിച്ചറിഞ്ഞില്ലേ അവളുടെ കാര്യങ്ങളൊക്കെ? ഒരേ ഒരു മോളാണെന്നും കോടീശ്വരനാണെന്നും അതൊക്കെ ചോദിച്ചറിഞ്ഞില്ലേ? ഞാനല്ല, അതവിടെ ചർച്ച ചെയ്തപ്പോൾ ഞാൻ കേട്ടതാണ്. ഓ, അപ്പോൾ അവളെക്കുറിച്ച് വലിയ ചർച്ച സ്റ്റാഫ് റൂമിൽ നടക്കുന്നുണ്ട് അല്ലേ? ഉസ്താദുമാർക്കൊക്കെ അവളോടുള്ള ഇഷ്ടം, അവൾ കുറച്ച് കൂടുതൽ ഹൈറ്റും കുറച്ച് ഗ്ലാമറും കുറച്ച് പണമൊക്കെ ഉണ്ടായതുകൊണ്ട് എല്ലാവർക്കും അവൾ പറയുന്നത് കാര്യമായിരിക്കുമല്ലോ. അതായിരിക്കും. നമ്മളൊക്കെ പാവങ്ങൾ, നമ്മളൊക്കെ അവളത്ര സൗന്ദര്യമില്ല. ഐഷോ വേണ്ടാതിരിക്കുക. നീ കുറച്ച് സമയമല്ലോ ഇതിനെക്കുറിച്ച് മാത്രം പറയുന്നു, വേറൊന്നും സംസാരിക്കല്ലേ? എനിക്ക് ഈ വിഷയം പറയാൻ താല്പര്യമില്ല ഐഷു. സത്യമായിട്ടും നമ്മൾ ഹണിമൂൺ ആഘോഷിക്കാൻ വന്ന് തിരിച്ചു പോകുമ്പോൾ ഇങ്ങനെ പിണങ്ങി പോകുന്നത് ശരിയാണോ? നമ്മൾ എന്താ ഐഷു? സത്യം പറഞ്ഞാൽ ഐഷുവിന് സങ്കടമുണ്ട്. ഹബീബ് ഉസ്താദ്, അതെ, അവളുടെ ലക്ഷ്യം അതാണ്. ഹാദ്യ വന്ന് കയറിയ പിന്നെ സത്യം പറഞ്ഞ് പോകാനേ തോന്നില്ല ക്ലാസ്സിലേക്ക്. ഐഷു ഓക്കെ അല്ലേ? എല്ലാം ഹബീബ് ഉസ്താദ് തന്നെ എടുത്തു വെച്ചു. അങ്ങനെ അതാ അവർ ആ റിസോർട്ടിൽ നിന്ന് ഇറങ്ങുകയാണ്. കുറച്ച് സമയത്തെ യാത്രയുണ്ട്. അവർ യാത്ര ചെയ്തുകൊണ്ടേയിരുന്നു. എന്നാൽ ഐഷുവിൻ്റെ മുഖത്ത് സന്തോഷമില്ല. നാട്ടിലേക്ക് അടുക്കുന്തോറും അവളുടെ മുഖത്തെ സന്തോഷം ഇല്ലാതായിക്കൊണ്ടിരിക്കുകയാണ് എന്നുള്ളത് ഉസ്താദിന് ബോധ്യമായി. ഐഷു എന്താ, ഉറങ്ങിയോ? ഇല്ലക്ക. എന്താ നീ ഇങ്ങനെ മൂഡ് ഓഫായി നിൽക്കുന്നത്? ഞാൻ വരുന്നില്ല നാളെ മുതൽ കോളേജിലേക്ക്. അതെന്താടി? എനിക്ക് അവളെ കാണാൻ കഴിയില്ല. എനിക്ക് അവളെ കാണുമ്പോൾ മനസ്സിനുള്ളിൽ ഒരു കാളലാണ്. എൻ്റെ പെണ്ണെ, എന്താ നീ പറയുന്നത്? അവൾ അങ്ങനെ ആയി എന്ന് കരുതി നമ്മളെന്ത് ചെയ്യാനാ? ഇക്ക, എനിക്ക്
സത്യം പറഞ്ഞ് അവളെ കാണണ്ട, എനിക്ക് അവളെ കാണുന്ന ഇഷ്ടമല്ല, ഞാൻ വരുന്നില്ല. എന്താ ഇഷ്യൂ ഇങ്ങനെ? അങ്ങനെ ഏതാ ഒരുപാട് സമയത്തെ യാത്രയ്ക്ക് ശേഷം ഉമ്മ വിളിക്കുകയാണ്. ഹലോ മോളെ ഐഷു, എവിടെ മോളെ? 2 ദിവസമായാലും പോയിട്ട് വരാനൊന്നായില്ലേ? ആഷി പറയുന്നുണ്ട് ക്ലാസ്സൊക്കെ പോവാണല്ലോ എന്നൊക്കെ ഉള്ളത്. ഉമ്മ ഞങ്ങൾ വരുന്നുണ്ട്. ആ ആയിക്കോട്ടെ ആയിക്കോട്ടെ. മോനെ ആഷി, ഓല് വരുന്നുണ്ടല്ലോ. ആ വരാനായല്ലോ അല്ലേ? ആഘോഷമൊക്കെ കഴിഞ്ഞ് വരെയായിരിക്കും. ഏതാനും നിമിഷങ്ങളുടെ കാത്തിരിപ്പിന് ശേഷം അതാ ഐഷുവിൻ്റെ വീട്ടിൽ എത്തുന്നു അവര്, ഹബീബ് ഉസ്താദും ഐഷുവും. എന്നാൽ ഐഷുവിൻ്റെ മുഖത്തിന് വലിയൊരു തെളിവില്ല. ആഷ അത് നോക്കി. അളിയ അസ്സലാമു അലൈക്കും. വലൈക്കും അസ്സലാം വറഹമത്തുള്ളാ. 2 ദിവസം അവിടെ അടിച്ചു പൊളിച്ചില്ലേ? ആ അൽഹംദുലില്ലാ. എങ്ങനെയുണ്ട്? കുഴപ്പമില്ല, കാലാവസ്ഥ ഒക്കെ നല്ല തണുപ്പും കാര്യങ്ങളും ഒക്കെ ഉണ്ട്, മാഷാ അല്ലാ. ഇനിയിപ്പോൾ നാളെ ഉണ്ടാവുമോ? 2 ദിവസം ലീവായല്ലോ. ഇൻഷാ അല്ലാ നാളെ എത്തണം, കാരണം ലീവാക്കാൻ പറ്റില്ലല്ലോ, നമുക്ക് കറക്റ്റ് ലീവ് ഉണ്ടല്ലോ ഒരു കണക്കിന്. അതിലേറെ ആകുമ്പോൾ നമ്മുടെ സാലറി കട്ടാക്കൂലേ. ആ എന്തായാലും ഇൻഷാ അല്ലാ വരി. ഐഷു ഡി, ഐഷു റൂമിലേക്ക് പോയിട്ടുണ്ട്. അവൾ ഫ്രഷ് ആകാൻ പോയതായിരിക്കും. ഉമ്മ അപ്പോഴേക്കും ചായയും കടിയും എല്ലാം എടുത്തു വെച്ചു. മോനെ ചായ അടിച്ചോളി. ഐഷു എവിടെ? ഐഷു, അവൾ ഫ്രഷ് ആകാൻ തോന്നുന്നു. ഒന്ന് കുളിക്കട്ടെ എന്തായാലും. അങ്ങനെ ഉസ്താദും കുളിച്ച് ഫ്രഷായി ചായ കുടിക്കുവാൻ വേണ്ടി വന്നു. ഉമ്മ എന്നാൽ ഞാൻ ഇറങ്ങട്ടെ കേട്ടോ. ഐഷു ഡി പെണ്ണേ, ഞാൻ ഇറങ്ങട്ടെ. ഐഷു മൂകമായിരിക്കുകയായിരുന്നു. ഞാൻ പോട്ടെ പെണ്ണേ. വേഗം പൊയ്ക്കോളി, നാളെ നേരത്തെ കോളേജിലെത്താനുള്ളതല്ലേ, വേഗം പൊയ്ക്കോളി. കാത്തിരിക്കാൻ അങ്ങനെ പലരും ഉണ്ടാവുമല്ലോ. എൻ്റെ പെണ്ണെ നീ എന്തിന് തമാശ വിട്, എന്താ നീ ഇങ്ങനെ കൊച്ചു കുട്ടികളെ പോലെ. നാളെ വരണം കേട്ടോ, മറക്കല്ലേ. ആഷി നാളെ അവളെയും കൂട്ടി വരണേ, 2 ക്ലാസ് നഷ്ടപ്പെട്ടത്. ഓക്കെ ഓക്കെ, നിങ്ങൾ ടൂറൊക്കെ പോയിട്ട് പോ. ആയിക്കോട്ടെ. അങ്ങനെ അതാ സത്യം പറഞ്ഞാൽ ഹബീബ് ഉസ്താദിൻ്റെ മനസ്സിൽ സന്തോഷമുണ്ടായിരുന്നില്ല. അതെ, ഐഷു വളരെയധികം വിഷമത്തിലാണെന്ന് ഉസ്താദിന് മനസ്സിലാണ്. എന്താ ഈ പെണ്ണിന് പറ്റിയാവോ? ഓരോരുത്തരും അങ്ങനെ പറഞ്ഞപ്പോൾ നമ്മളെന്ത് ചെയ്യാനാ? അങ്ങനെ വിളിച്ചു, ശരിയാണ്, മെസ്സേജ് അയച്ചു. എന്ത് ചെയ്യാൻ, നമ്മളുടെ സ്റ്റുഡൻസ് അല്ലേ, വേണ്ടെന്ന് പറയാനും വയ്യല്ലോ. എന്തൊരു ഇതായിപ്പോയത്. അങ്ങനെ അതാ പിറ്റേന്ന് രാവിലെ ആഷി വിളിക്കുകയാണ്. ആ രാത്രി മുഴുവൻ ഐഷു കരയുകയായിരുന്നു. അതെ, നാളെ കോളേജിലേക്ക് പോകുന്നതും ഹാദിയെ കാണുന്നതും അത് ആലോചിക്കാൻ കൂടി കഴിയുന്നില്ല. എന്തെന്നറിയില്ല, എൻ്റെ ഭർത്താവിന് വേണ്ടി അവൾ കാത്തിരിക്കുകയാണ് എന്നൊരു തോന്നൽ എനിക്ക് വരികയാണ്. ഒരു പക്ഷേ അവർ രണ്ടാളും തമ്മിൽ കണ്ടുമുട്ടുമ്പോൾ അവൾ എന്തെങ്കിലുമൊക്കെ ഉസ്താദിനോട് ചോദിക്കും, പറയും. പക്ഷെ എൻ്റെ മനസ്സിനുള്ളിൽ അത് കാണുമ്പോൾ ഒരു ബേജാറാണ്. റബ്ബേ. ആ ദിവസം അതാ ആഷി വിളിക്കുന്നു. ഐഷു എന്തായി? വേറങ്ങ് ടൂറ് പോയി വന്നതിന് ശേഷം വലിയൊരു ഉഷാറ് കാണുന്നില്ലല്ലോ. മോളെ ചായ കുടിച്ചോളി, പൊയ്ക്കോളി. ഉമ്മ ഞാൻ ഒന്നും പോണില്ല. എൻ്റെ പെണ്ണെ അതെന്താ? പഠിച്ചോനെ 2 ദിവസം ലീവ് ആക്കിയതല്ലേ, ഇനി പൊയ്ക്കോളി ഉമ്മാൻ്റെ കുട്ടി ട്ടാ. എനിക്കുമ്മ വയ്യ. അതെന്താ? ഉമ്മ ഞാൻ പോണില്ല. ഉമ്മ എന്നാൽ അവൾക്ക് ക്ഷീണം കാണും, അവളവിടെ കിടന്നോട്ടെ. 2 ദിവസം നല്ല പോലെ ആഘോഷിച്ചതല്ലേ, അവിടെ കിടന്നോട്ടെ. എന്നാ മോളെ നാളെ പോയിക്കൊന്ന് വിളിച്ച് പറഞ്ഞാളേ, മാഷിനോട് അങ്ങനെ ഉസ്താദിനോടൊന്ന് വിളിച്ച് പറഞ്ഞാളേ. ആഷി പറഞ്ഞോളൂ. അങ്ങനെ അന്ന് ഐഷു കോളേജിൽ പോയില്ല. എന്നാൽ ഐഷുവിനെ കാത്ത് അതാ അവളുടെ കൂട്ടുകാരി ഷംനയൊക്കെ കാത്തിരിക്കുന്നുണ്ടായിരുന്നു. സമയം ഏറെ വൈകിയിട്ടും ആഷിയുടെ കൂടെ ഐഷു വന്നില്ല. അവർ ആഷിയുടെ ബൈക്ക് നോക്കിയൊന്നും ഇല്ല, അവളില്ല. 3 ദിവസമായി പെണ്ണ് ലീവ്. എന്നാൽ ഈ സമയം ഹാദിയ നന്നായിട്ടൊന്ന് മിനുങ്ങുന്നുണ്ടായിരുന്നു. പെട്ടെന്ന് അവൾ തിരിഞ്ഞു നോക്കി. മറ്റേ ആളെ ഹബീബ് ഉസ്താദിനെ കാത്തിരിക്കുകയാണ്. എന്താണ് ഇന്ന് വരും നാളെ വരുന്ന കൺട്രോളർ ഞാൻ വന്നില്ലേ ലീവാക്കുന്ന പറയണത്. എന്താ പെണ്ണ് സാധനം. എന്നാൽ അല്പസമയത്തെ കാത്തിരിപ്പിന് ശേഷം ഹബീബ് ഉസ്താദ് അതാ ക്ലാസ്സിലേക്ക് വരുന്നു. ഹബീബ് ഉസ്താദ് ക്ലാസ്സിലേക്ക് വന്ന് അസ്സലാമു അലൈക്കും. വലൈക്കും അസ്സലാം വറഹമത്തുള്ളാ. എന്നാൽ പെട്ടെന്ന് ഹാദി എഴുന്നേറ്റ് ഉസ്താദേ. സന്തോഷമായി. അവൾ പെട്ടെന്ന് അത് പറഞ്ഞപ്പോൾ ഷംന പിന്നിലേക്ക് നോക്കി. എന്നാൽ ഉസ്താദ് നേരെ നോക്കിയത് തൻ്റെ പ്രിയപ്പെട്ട ഐഷുവിനെയായിരുന്നു. ഇല്ല, ഷംനയുടെ അപ്പുറത്തിരിക്കുന്ന ഐഷുവിൻ്റെ ആ സീറ്റ് കാലി. സത്യം പറഞ്ഞാൽ അത് കണ്ടപ്പോൾ ഉസ്താദിൻ്റെ മനസ്സൊന്ന് വേദനിച്ചു. ഇല്ല, ഐഷുവിൻ്റെ മുഖം അവിടെ കാണുന്നില്ല. ഇൻഷാ അല്ലാ നമുക്കിതിൻ്റെ ബാക്കി ഭാഗം നാളെ കാണാം. അതുവരേക്കും എല്ലാവർക്കും അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. പ്രിയപ്പെട്ട കൂട്ടുകാരെ,
സ്റ്റോറിയിൽ എന്തെങ്കിലും തെറ്റുകുറ്റങ്ങളുണ്ടെങ്കിൽ പൊറുക്കണം. അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ഒരുപാട് ആളുകളുണ്ട് നമ്മളെ സ്റ്റോറി കാണുന്നത്. വെറും 5000 സബ്സ്ക്രൈബേഴ്സ് ആയിട്ടുള്ളൂ. ഏകദേശം 20,000 വരെ വ്യൂസ് വരുന്നുണ്ട്. അപ്പോൾ നിങ്ങളെല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. അതുപോലെ തന്നെ ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ട ഷെയർ ചെയ്ത് വെക്കുക. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.